ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ ചോറ് തന്നെയുള്ള അരിയൊക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ. അതിന് ഞാനൊരു 3 ഗ്ലാസ് ജീരശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ പിരിയൻ മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല, മല്ലിപ്പൊടിയും കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 hours ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെക്കുകയാണ് കേട്ടോ. ഒരു ½ hour വെച്ചാൽ ഓക്കെ, 2 hours വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ. നല്ല ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ നമ്മളുടെ റൈസ് വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റൈസ് വേവിക്കുമ്പം അതിന് പാകത്തിനുള്ള ഉപ്പും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയും മസാലയ്ക്ക് വേണ്ടിയുള്ള ഗ്രേവി അത് തയ്യാറാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എന്താ പറയുക, മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. കാര്യം ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല നടത്തുന്നത്, ചെറുതായിട്ടൊന്ന് ഒരു ജ്യൂസി പരുവത്തിലുള്ളൊരു ഫ്രൈ ആക്കി എടുക്കുന്നത്. നമ്മുടെ സാധാരണ പരുവമായി, വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നട്ട്സും കിസ്മസും ഒക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കാരണം 2 ബാച്ചായിട്ടാണ് നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാത്രത്തിൽ ഈ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ സവോളയും വഴറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ അത് മാറ്റി വെച്ച് പിന്നീട് ഉണ്ടാക്കുകയല്ല, അതേ ചൂടിലേക്ക് തന്നെ നമ്മൾ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം 4 സവോളയിൽ കുറച്ച് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സാലഡിന് ആഡ് ചെയ്യാമല്ലോ. ഒത്തിരി സവോള ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മധുരപ്പം ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. അപ്പോൾ ഈ സവോള വഴന്ന് വരാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഞാൻ ഒരു ചെറിയ പൊടിക്കൈ എന്ന രീതിയിൽ ഈ പൊരിച്ച ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, ആ മസാലയും പിന്നെ ഒരു 3 ബിരിയാണി മസാലയും ഒരു ചെറിയ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2-3 പച്ചമുളകും ഇട്ടു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടു. അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ആ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ കേട്ടോ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത്? നമുക്ക് മടിയൊക്കെയുള്ളതും ഇപ്പം ഇങ്ങനെ പൊടിക്കൈകളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേണമല്ലോ നമ്മളിത് വേവിച്ചെടുക്കാൻ. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളെല്ലാം റെഡിയാക്കുന്നത്. ഈ ഗ്യാപ്പിൽ നമുക്ക് ബിരിയാണിക്ക് പപ്പടം വേണമല്ലോ, അപ്പോൾ പപ്പടം കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം ഈ പാത്രത്തിനകത്ത് റൈസും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കൊള്ളാതെ വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ ആ കറി അങ്ങ് മാറ്റി, എന്നിട്ട് മസാലയും ചിക്കനും കൂടെ മാറ്റി, എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്
ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഒറ്റ ലെയറിലേ ഇടുന്നുള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ലെയർ ചെയ്തോ ഒന്നും ഇടുന്നില്ല. ഒരു നോർമൽ ഇതായിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി കലക്കി ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ അത് കലക്കിയിട്ട് അതിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനും നട്ട്സും കിസ്മസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു കൈതച്ചക്കയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, പൈനാപ്പിൾ. അപ്പോൾ ആ പൈനാപ്പിളും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് ആവിയേറ്റി എടുക്കുകയാണ്. പിന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പൈനാപ്പിളുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ചേച്ചിയുടെ ഹസ്ബൻഡും മോനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജൂട്ടൻ മാഷ് എത്തിയായിരുന്നു. ജൂട്ടൻ മാഷ് ഇവിടെ എറണാകുളത്ത് എന്താ പറയുക കായികമേളയിൽ അതിൻ്റെ എന്താ പറയുക ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണല്ലോ. അപ്പോൾ വർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നാണ്. രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്നും പറഞ്ഞ് ജസ്റ്റ് എറണാകുളം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ തീരുവാണ്. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ, സീ യു.